ഹർഷൻ, രാവിലെ 6 മണി മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, തമ്പാനൂരിൽ നിന്നും ഇപ്പോഴും KSRTC വാഹനങ്ങൾ, തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും KSRTC വാഹനങ്ങൾ പുറത്തേക്ക് പോകാൻ സമരാനുകൂലികൾ സമ്മതിക്കുന്നില്ല. അവരിപ്പോഴും വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. അതുമൂലം വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് തമ്പാനൂർ നഗരത്തിൽ, അല്ലെങ്കിൽ തമ്പാനൂർ നഗരമായി തമ്പാനൂർ കിഴക്കേക്കോട്ട പട്ടം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് നിലവിൽ നഗരത്തിലുണ്ട്. സമാനമായ രീതിയിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ കാട്ടാക്കടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാവിലെ മുതൽ ഉണ്ടായിരുന്നു. അവിടെ ആദ്യഘട്ടത്തിൽ ഈ പെട്രോൾ പമ്പുകൾ അടപ്പിക്കാനായി സമരാനുകൂലികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ പ്രതിഷേധം റോഡിലേക്ക് മാറുകയും റോഡിൽ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധക്കാർ തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ കാട്ടാക്കടയിലുണ്ട്. മറ്റൊന്ന് കഴക്കൂട്ടം കണിയാപുരം മേഖലയിലാണ്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് അവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നത്. ദേശീയപാത പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയിൽ അനുകൂലികൾ ഈ റോഡ് തടയുകയുണ്ടായി. തുടർന്ന് പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടിയിലേക്ക് കടന്നപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു വലിയ വാക്കുതർക്കം അവിടെ ഉണ്ടായി. ഇപ്പോഴും അവിടെ ഒരു വലിയ നേരിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥ കഴക്കൂട്ടത്ത് ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം തന്നെ ആറ്റിങ്ങലിലും ഒപ്പം തന്നെ കണിയാപുരത്തും നെടുമങ്ങാടും എല്ലാം തന്നെ സമാനമായ രീതിയിൽ ഈ KSRTC വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഹർത്താൽ അനുകൂലികൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, തമ്പാനൂരിൽ ഇപ്പോൾ ഈ രാവിലെ മുതൽ തന്നെ ഈ ദീർഘദൂര ട്രെയിനുകളിലെല്ലാം തന്നെ വന്നിറങ്ങുന്ന യാത്രക്കാരുടെ ഒരു വലിയ ഒരു നിര തന്നെയുണ്ട്. പക്ഷെ അവർക്കാർക്കും തന്നെ ഇവിടെ നിന്നും തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നിലവിൽ സമരാനുകൂലികളുടെ ഒരു നിലപാടനുസരിച്ച് അവർ ഈ വൈകുന്നേരം 6 മണി വരെയും ശക്തമായ രീതിയിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി തന്നെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം ഈ വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറ്റക്കാരായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് അവർക്കുള്ള ശിക്ഷ എത്രയും വേഗത്തിൽ ഉറപ്പാക്കുക, ഒപ്പം തന്നെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാര തുക എത്രയും വേഗം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം, അല്ലെങ്കിൽ ഇന്ന് ഈ ഹർത്താൽ വിവിധ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് ഈ സമരം ഇന്ന് നടത്തുന്നത്. KPMS അടക്കമുള്ള പ്രമുഖമായിട്ടുള്ള ദളിത് സംഘടനകളുടെ എല്ലാം തന്നെ പിന്തുണയും ഈ ഹർത്താലിന് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെയും KPMSന്റെയും ഒപ്പം തന്നെ മറ്റ് സംഘടനകളുടെ എല്ലാം തന്നെ പ്രവർത്തകർ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. നിലവിൽ ഇപ്പോഴും നഗരത്തിൽ ഈ KSRTC ഗതാഗതം പൂർണ്ണമായും ഒരു സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയെന്ന് പറയേണ്ടി വരും. പക്ഷേ മറ്റ് മേഖലകളിൽ, നഗരപ്രദേശത്ത് നിന്നും മാറിയുള്ള മറ്റ് മേഖലകളിൽ കാര്യമായ രീതിയിൽ ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ KSRTC വാഹനങ്ങൾ ഓടുന്നുണ്ട്. മറ്റൊന്ന്, സ്വകാര്യ വാഹനങ്ങളെ ഈ സമരാനുകൂലികൾ തടയുന്നില്ല. പ്രൈവറ്റ് ബസ് അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളും ഒപ്പം തന്നെ കാറുകളും എല്ലാം തന്നെയും കടന്നു പോകാൻ ഈ സമരക്കാർ സമ്മതിക്കുന്നുണ്ട്. നിലവിലേതായാലും KSRTC വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഈ ഹർത്താൽ അനുകൂലികൾ തുടരുന്നത്. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ തന്നെ കഴക്കൂട്ടത്തും ഒപ്പം തന്നെ കാട്ടാക്കടയിലുമുള്ള പ്രതിഷേധമാണ്. അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ നെയ്യാറ്റിൻകരയിലും സമാനമായ രീതിയിൽ റോഡ് ഗതാഗതം തടഞ്ഞുകൊണ്ട് ഹർത്താൽ അനുകൂലികൾ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്നും പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിനായിട്ടുണ്ട്. നിലവിലേതായാലും തമ്പാനൂരിൽ പ്രതിഷേധം തുടരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ അല്പസമയം മുമ്പ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കൊണ്ട് ഈ സമരാനുകൂലികളുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ബസ് തടയുന്ന നടപടിയിൽ നിന്നും അവർ പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നടപടി, അല്ലെങ്കിൽ ഈ ബസ് തടയുന്നടക്കമുള്ള സമര നടപടികളിൽ നിന്നും പിൻവാങ്ങാൻ ഇവർ തയ്യാറല്ല. ഇപ്പോഴും ഈ ബസ്സിൽ നമുക്ക് കാണാൻ കഴിയും, യാത്രക്കാരെല്ലാം തന്നെ വളരെയധികം നേരമായി ഈ ബസ്സിൽ കാത്തിരിക്കുകയാണ്. അധികം നേരമായോ? കുറെ നേരമായി. എങ്ങോട്ട് പോകാനായിരുന്നു? പാപ്പനങ്ങോട്ട് പോകണം. ഹർത്താൽ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ യൂട്യൂബിലേക്ക് ഉണ്ടായിരുന്നു. ഒരു തടസ്സവും ഇല്ല, ബസ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇറങ്ങിയത്. സുഖയിലത്തേക്കാണ് ഞങ്ങള്. വെള്ളം പോലും ദാഹിച്ചു കയറിയാണ്. അതുതന്നെയാണ് പല യാത്രക്കാരും ഇത്തരത്തിൽ ഈ ബസ് KSRTC ഇന്ന് സർവീസ് നടത്തുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് ഡയറക്ടർ, അല്ലെങ്കിൽ KSRTC CMD അടക്കമുള്ള ആളുകൾ ഇന്ന് സർവീസ് നടത്തുന്ന കാര്യം നേരത്തെ തന്നെ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും ഹർത്താലിനെ അവർ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലായാലും ഈ വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധിച്ച് അടപ്പിക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ ഈ സമരാനുകൂലികൾ കടക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ തമ്പാനൂർ ഭാഗത്തുള്ള കടകളിലേക്ക് തന്നെ അടപ്പിക്കാനുള്ള ഒരു ശ്രമം ഈ സമരാനുകൂലികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. നിലവിലേതായാലും അത്തരം നടപടികളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തമ്പാനൂർ ബസ് ഡിപ്പോയിൽ, ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTC വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി